ഹായ്. എല്ലാവരും സ്പെയിൻ വേഴ്സസ് കാപ്പ കളിയിലുണ്ടാവും. എന്താ കളിയിലെ ക്വാളിറ്റി ഡിഫൻസ് പറഞ്ഞാൽ ഒരു ഹൈ ക്വാളിറ്റി ഡിഫൻസ് ആണ് ഉണ്ടായത്. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഇതിൽ കുറച്ച് രസകരമായ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഗോൾ കീപ്പർ വസീഞ്ഞ. പുള്ളിയുടെ പെർഫോമൻസ് എല്ലാവരും കണ്ടു കാണും. പുള്ളി ഇപ്പോൾ അത്യാവശ്യം വൈറലാണ്. 40 വയസ്സുകാരനാണ്. രണ്ട്, ഇത്രയധികം 90 മിനിറ്റ് ഇവർ ഡിഫെൻഡ് ചെയ്ത് നിന്നിട്ടും ആകെ വഴങ്ങിയത് ഒരു ഫൗള്. വളരെ ആ ഫൗൾ തന്നെ എങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഒരു ഓവർ ബോൾ കയറി വന്നപ്പോൾ പെട്ടെന്ന് ഒരു ക്ലാഷ് പോലെ വന്നപ്പോൾ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് തള്ളിയതാ. ആ ഒരു ഫൗള് മാത്രമേ ഉള്ളൂ. 3, ഇവരുടെ കോച്ച് പുപ്പിസ്റ്റ. ഈ കോച്ചിനെ പലരും ശ്രദ്ധിച്ചിട്ടില്ല. സ്പെയിൻ്റെ ടീമൊക്കെ ശ്രദ്ധിച്ചാണാവോ അയാൾ ആരാണെന്ന്. അയാൾ ഓൾറെഡി ഈ ആഫ്രിക്കൻ നേഷൻസിൻ്റെ കാഫിൻ്റെ അവാർഡ് കിട്ടിയ മികച്ച കോച്ചാണ്. ആ കോച്ച് ആയപ്പോൾ സമയത്ത് തന്നെ കുറേ പേര് പരിഹസിക്കുകയൊക്കെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് മൊറോക്കൻ കോച്ചിന് കിട്ടണം, അല്ലെങ്കിൽ സെനഗൽ കോച്ചിന് കിട്ടണം. പക്ഷേ ഇയാൾ ഈ ടീമിനെ ലോകകപ്പിൽ കൊണ്ടുവന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ഇപ്പോൾ മനസ്സിലായി, ഓക്കെ, റിയലി വർത്ത് ഇറ്റ്. 4, കളി തുടങ്ങി 25-30 മിനിറ്റ് വരെ ആയിട്ടും സ്പെയിൻ്റെ മെയിൻ സ്ട്രൈക്കറാക്കി വെച്ചിരുന്ന ഒയാർ സബാൽ 18 ഗോൾ പുള്ളി നേടിയിട്ടുണ്ട് കേട്ടോ. സ്പാനിഷ് ലീഗിൽ. ഈ ലോകകപ്പിൽ അങ്ങനെ അത്രയധികം ഗോൾ നേടിയിട്ട് കുറച്ച് പേരേ ഉള്ളൂ. പുള്ളി ബോൾ തൊട്ടിട്ടില്ല. പുള്ളിയെ ബോൾ, അത് മെയിൻ സ്ട്രൈക്കറായിട്ട് എൻ്റെ നിൽക്കുന്ന ആ സ്ട്രൈക്കർക്ക് ബോള് ആദ്യത്തെ 30 മിനിറ്റ് വരെ കിട്ടിയിട്ടേ ഇല്ല. അത് ഈ ലോകകപ്പിൽ റെക്കോർഡാണെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്റ്റുകൾ.